രണ്ടാമത് നോക്കി 1 യോഹന്നാൻ 2:17 പറയുന്നു, ഒഴിഞ്ഞു പോകുന്നല്ലോ. വായിച്ചത് 1 യോഹന്നാൻ 2:17. 1 യോഹന്നാൻ 2:17. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. നോക്കുക, അപ്പൊ രണ്ടാമത് ലോകത്തെ പറയുന്നു. ഈ ലോകത്തിൽ എന്തുണ്ട്? മോഹമുണ്ട്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. പ്രിയമുള്ളവരെ, ദൈവം മോഹത്തെ സൃഷ്ടിച്ചിട്ടില്ല. മോഹം മനുഷ്യൻ സൃഷ്ടിച്ചതാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. മോഹമാണ് മനുഷ്യരെ ഏതനിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കാരണമായി തീരുന്നത്. മോഹമാണ് മനുഷ്യരെ പാപത്തിലേക്ക് വഴിതെളിക്കുന്നത്. മോഹമാണ് അവനെ നിത്യജീവനിൽ നിന്നും അവനെ തള്ളിക്കളയുന്നത്. ലോകമൊഴിഞ്ഞു പോകുന്നതാണ്. ഈ ലോകത്തിൽ മോഹം ജനിച്ചത് കൊണ്ടാണ് ഈ ലോകം എന്ത് ചെയ്യുന്നത്? നാശത്തിനായി കിടക്കുന്നുവെന്ന് വളരെ വ്യക്തമായി പറയുന്നത്. വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. മൂന്നാമതായി സോളമൻ പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ടോ? ഈ ലോകം എന്താ? മായയാണ്. അല്ലെ? ഈ ലോകം മായയാണ്. അങ്ങനെയെങ്കിൽ 3 ലോകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദൈവം സൃഷ്ടിച്ച ലോകമുണ്ടോ? മനുഷ്യൻ മോഹം കൊണ്ട് നിറഞ്ഞ ഒരു ലോകമുണ്ടോ? മൂന്നാമത് മൊത്തം മായയായി മാറുന്ന ഈ ലോകത്തെ കുറിച്ച് സോളമൻ, മഹാനായ സോളമൻ പറഞ്ഞു വെക്കുമ്പോൾ, അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ഏത് ലോകത്തോടാണ്? നമുക്ക് പോരാട്ടമുള്ള ഒരു ലോകമുണ്ട് എന്ന് വചനം വളരെ ശക്തമായി പറഞ്ഞു വെക്കുന്നു. റോമർക്ക് ലേഖനം 13:14 പറയുന്നു, നമുക്ക് മോഹങ്ങൾ ജനിപ്പിക്കുമാറ് ജഡത്തിനായി നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ലോകമുണ്ട്. എടാ, മോഹങ്ങൾ ജനിപ്പിക്കുമാറ് ജഡത്തിനായി നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു മണ്ഡലമുണ്ട്, ഒരു ലോകമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മോഹങ്ങൾ ജനിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഇട്ടുകൊണ്ട് നമ്മെ ദൈവസന്നിധിയിൽ മറിച്ച് കളയുവാൻ ശ്രമിക്കുന്ന ഒരു ലോകമുണ്ട്. ആ